ശബരിമലയിൽ ഭക്തജന തിരക്ക് തുടരുകയാണ്. അപ്പോൾ അശ്വിൻ, ഗുഡ് മോർണിംഗ്. എന്താണ് ഇപ്പോൾ ഈ സീസൺ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഓരോ ദിവസവും തിരക്കുണ്ട്, അവിടെ തീർത്ഥാടകരുടെ എണ്ണം കൂടിക്കൂടി വരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എത്രമാത്രം തീർത്ഥാടകർ അവിടെ എത്തി ദർശനം നടത്തി മടങ്ങിയിട്ടുണ്ട്? റജിൻ, ക്രിസ്റ്റിന, വെരി ഗുഡ് മോർണിംഗ്. ഇന്ന് ഒരു പ്രത്യേകത കൂടി ഉണ്ട്. ധനുമാസം 1-ാം തീയതിയാണ്. ഈ ധനുമാസ പുലരിയിൽ സന്നിധാനത്തേക്ക് ദർശനത്തിനായി എത്തുന്നത് നിരവധി ഭക്തരാണ്. കഴിഞ്ഞ 2 ദിവസം ഭക്തരുടെ വലിയ തിരക്കില്ലായിരുന്നു എന്നുള്ളതാണ് നമ്മൾ കണ്ടത്. എന്നാൽ ഇന്ന് ധനുമാസം 1-ാം തീയതിയിലേക്ക് എത്തുമ്പോൾ വലിയ ഭക്തജന തിരക്ക് തന്നെയാണ് നമുക്ക് സന്നിധാനത്ത് നിന്ന് കാണാൻ കഴിയുന്നത്. നടപ്പന്തലിലാണെങ്കിൽ പോലും വലിയ ക്യൂ ഉണ്ട്, നീണ്ട നിര ഭക്തരുടെ ഉണ്ട്. പമ്പയിൽ നിന്ന് കൂടുതൽ ആളുകൾ കയറി തുടങ്ങിയതായും പോലീസിൽ നിന്ന് നമുക്ക് വിവരം ലഭിച്ചിട്ടുണ്ട്. ഈ 6 മണി വരെ, പുലർച്ചെ 6 മണി വരെ ദർശനം നടത്തിയവരുടെ മാത്രം എണ്ണം എന്ന് പറയുന്നത് 22,000-ന് മുകളിലേക്കാണ്. അതായത് സാധാരണഗതിയിൽ ഉണ്ടാകുന്ന ആളുകളുടെ എണ്ണത്തിനേക്കാൾ കൂടുതൽ ഇന്നുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെയും മിനിയാന്നുമൊക്കെ ആളുകളുടെ എണ്ണം തീരെ കുറവായിരുന്നു. ഇന്നലെ മുഴുവൻ സമയം ദർശനം നടത്തിയത് കേവലം 71,000 ആളുകൾ മാത്രമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് സന്നിധാനത്തിന് താഴേക്ക് വിരിവെക്കുന്നിടത്തിലേക്കൊക്കെ പോയാൽ അവിടെയും വലിയ ഭക്തജന തിരക്ക് കാണുന്നുണ്ട്. ഇവരെല്ലാം ദർശനം നടത്തി മടങ്ങിയവരും ഒപ്പം ദർശനത്തിനായി പുല്ലുമേട് വഴി യാത്ര ചെയ്തെത്തുന്ന ആളുകളുമൊക്കെയാണ്. അങ്ങനെ വലിയ നിര, വലിയ തിരക്ക് ഇന്ന് സന്നിധാനത്തുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് ധനുമാസ പൂജകൾ അല്പസമയം മുമ്പ് ആരംഭിച്ചിട്ടുണ്ട്. ഒപ്പം പോലീസിൻ്റെ പുതിയ ബാച്ച് ഇന്ന് സന്നിധാനത്ത് ചുമതലയേൽക്കുകയാണ്. 2,400 പേരടങ്ങുന്ന സംഘമാണ് പമ്പ മുതൽ സന്നിധാനം വരെയുള്ള വിവിധ ഡ്യൂട്ടികളിലേക്ക് പ്രവേശിക്കുന്നത്. എന്തായാലും തിരക്കുണ്ടെങ്കിൽ പോലും സുഗമമായ ദർശനവും ഭക്തജനങ്ങളുടെ തിരക്കുമൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട്.